തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിനൊപ്പം പീരുമേടിന്റെ തന്നെ ചരിത്ര നിമിഷങ്ങളും പെരിയാറിന്റെ സന്തോഷവും സങ്കടങ്ങളും ആഘോഷവേളകളും ക്യാമറയിൽ പകർത്തിയ ആർ ശ്രീകുമാർ എന്ന പെരിയാറുകാരുടെ പ്രിയപ്പെട്ട കുമാർ അണ്ണനാണ് അകാലത്തിൽ ഫ്ലാഷുകൾ ഇല്ലാത്ത ലോകത്തേക്ക് യാത്രയായത്. 1948 തിരുവനന്തപുരത്ത് ജനിച്ച ശ്രീകുമാർ പഠനശേഷം ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യത്താൽ തന്റെ 18-ാമത്തെ വയസ്സിൽ തമിഴ്നാട് ചിന്നമന്നൂരിലെത്തി ഫോട്ടോഗ്രാഫി പഠനം പൂർത്തിയാക്കി. ശേഷം 1969 വണ്ടിപ്പെരിയാറിലെ ഗീതാ സ്റ്റുഡിയോയിൽ വർഷങ്ങളോളം സേവനം അനുഷ്ഠിച്ചു. പിന്നീട് 1980 വണ്ടിപ്പെരിയാറിൽ സ്വന്തം സ്ഥാപനമായ കുമാർ സ്റ്റുഡിയോ ആരംഭിച്ച് 58 വർഷക്കാലം പെരിയാറിന്റെ ചരിത്ര മുഹൂർത്തങ്ങളും ആഘോഷ വേളകളും ക്യാമറ കണ്ണുകളിൽ പകർത്തി. ഇങ്ങനെ താൻ പകർത്തിയ ചിത്രങ്ങൾ പോലെ പെരിയാറുകാരുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഏവരോടും ചിരിച്ച മുഖത്തോടുകൂടി ഇടപഴകുന്ന ശ്രീകുമാറിനാണ് അകാലത്തിൽ വേർപിരിഞ്ഞത്. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ രംഗത്ത് നിരവധി സ്ഥാനങ്ങൾ വഹിച്ച ആർ ശ്രീകുമാറിനാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പീരുമേട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. തങ്ങളുടെ മനസ്സിലെ ചിരിച്ച മുഖത്തോടുകൂടിയുള്ള കുമാർ അണ്ണന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയോടുകൂടിയായിരുന്നു അനുശോചന യോഗം ആരംഭിച്ചത്. തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ AKPA പീരുമേട് മേഖലാ പ്രസിഡന്റ് ജോസ് ഗാലക്സി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സോണിയ മാത്യു സ്വാഗതം ആശംസിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രതിഫലമില്ലാതെ തന്റെ കല്യാണം ക്യാമറയിൽ പകർത്തിയ ശ്രീകുമാർ ഫോട്ടോഗ്രാഫി രംഗത്തെ അതുല്യ പ്രതിഭയെന്നും ഈ രംഗത്തെ ഇന്നത്തെ ഡിജിറ്റൽ കാലത്തിനൊപ്പം അന്ന് സഞ്ചരിച്ച വ്യക്തിത്വമാണ് ശ്രീകുമാർ എന്നും പീരുമേട് MLA വാഴൂർ സോമൻ പറഞ്ഞു. ഒരു ആൽബം അദ്ദേഹം തയ്യാറാക്കി. എനിക്ക് ഉള്ള സത്യം പറഞ്ഞാൽ അന്ന് ആൽബം തയ്യാറാക്കാനുള്ള കാശൊന്നും എൻ്റെ ഇല്ല. പക്ഷേ എൻ്റെ ഭാര്യ വീട്ടുകാർ നിർബന്ധം പറഞ്ഞിരുന്നു ആൽബം തയ്യാറാക്കണം. ആൽബം തയ്യാറാക്കി കൊണ്ടു തന്നപ്പോൾ പറഞ്ഞു അത് എൻ്റെ ഗിഫ്റ്റായിട്ട് എനിക്കിട്ട് ഒരു പൈസ. അത്രയും അടുത്ത ബന്ധമായിരുന്നു കുമാരനുമായിട്ടുണ്ടായിരുന്നു. ഏത് സന്ദർഭത്തിലും ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞാൽ ഈ സംവിധാനമൊന്നുമില്ല, അയച്ചു തരാം. അതിലെനിക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം, ഞാൻ ലെനിൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ എന്നോട് എന്താണ് ഒരു ഹോബിയായിട്ട് എന്താ ചൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. 1, 2, 3, 4 അവരെ നമ്പർ ഇട്ട് ചോദിച്ചു. അപ്പം ഞാൻ 1 റഷ്യൻ ഭാഷാ പഠനം എഴുതി, 2 ഫോട്ടോഗ്രാഫി എഴുതി, 3 ഡ്രൈവിംഗ് ഇന്റർനാഷണൽ ലൈസൻസ്, അങ്ങനെ 4 ജേർണലിസം. ഈ കോഴ്സുകൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അതിൽ ഫോട്ടോഗ്രാഫി പഠിക്കണമെന്ന് തോന്നിയപ്പോഴേ കുമാരനെ കുറിച്ച് ഓർത്തത്. അപ്പോൾ അദ്ദേഹം എടുത്തുന്ന എൻ്റെ അമ്മയുടെയും എൻ്റെയും ഒരുമിച്ചിരിക്കുന്ന ഒരു പടം ഞാൻ അവിടെ കൊണ്ടുപോയിരുന്നു. അവരവിടെ അത് എല്ലാം ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും വളരെ മനോഹരമായ രീതിയിൽ അതെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതിവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ, അധ്യക്ഷൻ പറഞ്ഞതുപോലെ, അതെന്തൊരു കരുവിതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അന്ന് ഈ സാങ്കേതിക വിദ്യയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഓക്കെ പറയുന്നു എടുക്കും. പിന്നെ അതിൻ്റെ അകത്ത് അത് വാഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വാഷ് ചെയ്ത് തരുന്ന കർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ അത് എല്ലാം കൈ തൊട്ടാൽ പൊന്നാക്കുന്ന ഒരു വൈഭവം ആ രംഗത്ത് കുമാരനുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. AKPA ജില്ലാ പ്രസിഡന്റ് സബാൻ അതിര, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ശ്രീരാമൻ, KVVS
ജില്ലാ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ, യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻബരാജ്, കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് ജയകുമാർ, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുഴുവമ്മാക്കൽ, മാതൃഭൂമി പെരിയാർ ലേഖകൻ ഷാജി കുരിശുമൂട്, SNDP യോഗം വണ്ടിപ്പെരിയാർ പ്രസിഡന്റ് രാജൻ, ടൗൺ പ്രസിഡന്റ് കെ ഗോപിനാഥൻ, മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹി TH അബ്ദുൾ സമദ്, BJP പെരിയാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KT അരുൺ, CPIM പീരുമേട് ഏരിയ കമ്മിറ്റി അംഗം ശാന്തി ഹരിദാസ്, വിവിധ AKPA ഭാരവാഹികളായ ബാബു സുരഭി, MJ വർഗീസ്, രേഷ്മ ഹണി, മുൻ ഭാരവാഹി ജോസ് പ്രഭാത് തുടങ്ങിയവർ അനുശോചന പ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിലെ പ്രമുഖർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ സംബന്ധിച്ചു. റെയിൻബോ ന്യൂസ്, വണ്ടിപ്പെരിയാർ.